നമസ്കാരം. എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി കിരാസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSSTന്റെ 2018 നടന്നിട്ടുള്ള എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ ഡിസ്കഷൻ ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഇങ്ങനെ നോക്കി പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏക് ജമീൻ അപ്നി കിസ്ക ഉപന്യാസ് ഹെ. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഏക് ജമീൻ അപ്നി കിസ്ക ഉപന്യാസ് ഹെ. ഉത്തരം നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം വേഗം കമന്റ് ചെയ്ത് പോകണം കേട്ടോ. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ചിത്ര മുദ്ഗൽ ആണ് ആൻസർ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോണ ഒരു ദോഹയാണ്. बिना तेज के पुरुष की अवशी अवज्ञ होय, अग्नि बुझे ज्योम राख की आप ചുവേ സബ് കോയി കിസ്കാ ദോഹ ഹെ. ആരുടെ വരികളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുളസിദാസിന്റെ വരികളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ബ്രാച്ചഡ് അപഭ്രംശ സെ കിസ് ഭാഷ की उत्पत्ति मानी जाती है? ബ്രാച്ചഡ് സിന്ധി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഭാഷേനെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, പ്രവാസി കെ ഗീത് കിസ്കാ കാവ്യ ഹെ? പ്രവാസി കെ ഗീത് നരേന്ദ്ര ശർമ്മ. ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി, നരേന്ദ്ര ശർമ്മയാണ് പ്രവാസി കി ഗീത് എന്ന് പറയുന്ന കാവ്യ സംഗ്രഹം. നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കാവ്യാണോ, ഏത് വിധയാണ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണ്. ലഞ്ച് കിസ്കി വ്യംഗ്യരചന ഹെ? ലഞ്ച് ആരുടെയാണ്? ശരത് ജോഷിന്റെ വ്യംഗ്യരചനയാണ്. വ്യംഗ്യരചനയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ലഞ്ച് നരേന്ദ്ര ജോഷിന്റെ വ്യംഗ്യ രചനയാണ്. ഇതിന്റെയൊക്കെ ഇയർ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പാർഷിക് വ്യഞ്ജൻ കോൺസാ ഹെ? പാർഷിക് എന്ന് പറയുന്ന വ്യഞ്ജൻ നമുക്കറിയാം, ലാ. ലായനെയാണ് പാർഷിക് വ്യഞ്ജൻ എന്ന് പറയുന്നത്. അതായത് നാവ് കൊണ്ട് നമ്മൾ തൊടുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് അതിനൊക്കെ പ്രയോഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ല എന്ന് പറയുമ്പോൾ മുകളിലാണ് തൊടുന്നത്. സോ അത് തൊടുന്നതിനനുസരിച്ച് ല എന്ന് പറയുന്നത് പാർഷിക് വ്യഞ്ജനായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. വക്ത് കിസ്കി കവിത ഹെ? വക്ത് എന്ന് പറയുന്ന കവിത ആരുടേതാണ്? അരുൺ കമലിന്റെ ആണ് വക്ത് എന്ന് പറയുന്ന രചനയുള്ളത്. അടുത്ത നോക്കൂ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദിനകർ की किस कृति में कर्ण के चरित्र को आधुनिक मानवतावाद के परिप्रेक्ष्य में उद्घाटित करने का प्रयास किया है? ദിനകരന്റെ ഏത് കൃതിയിലാണ് കർണനെ ആധുനിക് മാനവന്റെ പരിപ്രേക്ഷ്യത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്? അത് ഏത് രചനയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ രശ്മി രഥി. രശ്മി രഥി എന്ന് പറയുന്ന രചനയിലാണ്, കൃതിയിലാണ്, രശ്മിരഥിയിലാണ്. ഓക്കെ, ദിനകരന്റെ രശ്മിരഥിയിലാണ് കർണനെ ഒരു ആധുനിക മാനവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, नाइन्थ क्वेश्चन, ഭാരോപീയ പരിവാർ की भाषाओं में केंतुम वर्ग की एक शाखा कौन सी है? ഭാരോപീയ പരിവാറിലെ കേന്തും വർഗിന്റെ ശാഖ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഗ്രീക്ക് ആണ്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഭൂരി ഭൂരി ഖാക് ദൂൽ. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭൂരി ഭൂരി ഖാക് ദൂൽ കിസ്കാ കാവ്യ സംഗ്രഹ ഹെ? ഗജാനൻ മാധവ് മുക്തിബോധിന്റെ ആണ് അല്ലെ. ഇയർ അറിയുന്നവരെ കമന്റ് ചെയ്യണേ. ഗജാനൻ മാധവ് മുക്തിബോധിന്റെ ഭൂരി ഭൂരി ഖാക് ധൂൽ. ഓക്കെ, അരുൺ സോറി, കരുണരസ കാ സ്ഥായി ഭാവ് ക്യാ ഹെ? എന്താണ് കരുണാരസത്തിന്റെ സ്ഥായി ഭാവം? ശോകമാണ്. ശോകമാണ് കരുണാരസത്തിന്റെ സ്ഥായി ഭാവം. ഓക്കെ, വൈദിക് ഹിംസ ഹിംസാനുഭവതി കാ നാട്യരൂപ ക്യാ ഹെ? ആരെഴുതിയതാണ് വൈദിക് ഹിംസ ഹിംസാനുഭവതി? കമന്റ് ചെയ്യണേ. അത് എന്ത് തരത്തിലുള്ള നാട്യരൂപമാണ്? പ്രഹസനാണ് കേട്ടോ. വൈദിക് ഹിംസ ഹിംസാനുഭവതി. ഓക്കെ, 13th ക്വസ്റ്റ്യൻ, ആഖിരി ചട്ടാൻ തക് കിസ്കാ യാത്ര വൃത്താന്ത് ഹെ? ആഖിരി ചട്ടാൻ തക് ആരുടെ യാത്രാ വൃത്താണ്? ആഖിരി ചട്ടാൻ തക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻ രാകേഷിന്റെ യാത്രാ വൃത്താണ്. ഓക്കെ, രാജ്ഭാഷ ആയോഗ് ഘടൻ. ഏത് വർഷമാണ് രാജ്ഭാഷ ആയോഗ് ഘടന ഉണ്ടായിട്ടുള്ളത്? 1955 തന്നെയാണ് അല്ലെ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ 15th ക്വസ്റ്റ്യൻ, ഡാക് ബംഗ്ല. ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഡാക് ബംഗ്ല ആരതാണ്? കമലേശ്വറിന്റെ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്താണല്ലേ കമലേശ്വറിന്. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ദില്ലി മേക്ക് മൗത്ത് എല്ലാം
വളരെ ഫേമസ് ആണ്. ഓക്കെ, ഡാർക്ക് ബംഗ്ല കമലേശ്വറിന്റെ രചനയാണ്. സംപ്രേക്ഷൺ കോ 16th ക്വസ്റ്റ്യൻ, സംപ്രേक्षण को कलात्मक क्रियाशीलता के लिए तात्विक मानने वाले विचारक कौन है? ആരാണ്? I.E. റിച്ചാർഡ്സ്. I.E. റിച്ചാർഡ്സ് ആണ്. ഓക്കെ, ഭാഷ യാ വാക്യ की लघुतम साधारण इकाई कौन सी है? ഏതാണ്? ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിന് പറയുന്ന പേരാണ് രൂപിം. ഓക്കെ, घर निकासी 18th ക്വസ്റ്റ്യൻ, घर निकासी किसका काव्य संग्रह है? ആരുടെ കാവ്യ സംഗ്രഹമാണ്? നീലേഷ് രഘുവംശിയുടെ കവിതാ സംഗ്രഹമാണ്. ഓക്കെ, അഖേ ദ്വാര ലിഖിത് നാടക് കോൺസ ഹെ? നമുക്ക് എപ്പോഴും കഥയും കവിതയും ഒക്കെ നമ്മൾ നോക്കി വെക്കും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നാടകമാണ്. ഏതാണ്? ഉത്തർ പ്രിയദർശി. ഉത്തർ പ്രിയദർശി ഓപ്ഷൻ ഡി ആണ് അഖിയുടെ നാടകം. ഓക്കെ, അറിയുന്നവര് അതിന്റെ ഇയർ കമന്റ് ചെയ്യണം. 20th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേശ് വിദേശ് കിസ്ക യാത്രാ സാഹിത്യം. നോക്കൂ, 2018 ഒരുപാട് യാത്രാ സാഹിത്യത്തിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ. ദേശ് വിദേശ് കിസ്ക യാത്രാ സാഹിത്യ. ആരുടെ യാത്രാ സാഹിത്യാണ്? ദിനകറിന്റെ ആണ് കേട്ടോ. ദിനകർ. നമ്മൾ ഏത് ചിന്തിക്കില്ല പഠിക്കുന്ന സമയത്ത് ഈ ദിനകരനെ ഒന്നും യാത്രാവൃത്ത് വരും എന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ആ ഏരിയന്ന് വന്ന പോലെ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അല്ലെ. ദിനകരന്റെ യാത്രാവൃത്ത് എന്താണ്? ദേശ് വിദേശ്. ദേശ് വിദേശ് അല്ലെ. आदिवासी जीवन को केंद्र में रखकर लिखा गया मैत्रेयी पुष्पा का सशक्त उपन्यास कौन सा है? ആദിവാസികളെ ജീവിതത്തിനെ കേന്ദ്രമാക്കി എഴുതിയിട്ടുള്ള മൈത്രേയി പുഷ്പേന്റെ രചന ഏതാണ്? ഉപന്യാസം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൽമ കബൂത്തരിയാണ് ആൻസർ. അൽമ കബൂത്തരി അല്ലെ. അടുത്ത് നോക്കൂ, പേരിക്സു ആരുടെ രചനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലോഞ്ചൈനസിന്റെ. 23rd ക്വസ്റ്റ്യൻ, ഗംഗാധർ കിസ്ക കവിതാ സംഗ്രഹ ഹെ? ജ്ഞാനേന്ദ്രപതിയുടെയാണ്. ഓപ്ഷൻ എ ജ്ഞാനേന്ദ്രപതിയുടെയാണ് ഗംഗാധർ എന്ന് പറയുന്ന കവിതാ സംഗ്രഹം. ഓക്കെ, 24th ക്വസ്റ്റ്യൻ, कुलीन परिवारों में औरतों की सामाजिक, आर्थिक और मानसिक स्थिति के मकड़ जाल को चीर फाड़ कर देखने, समझने, सुधारने, सुलझाने की मंगल आकांक्षा में किया गया यह गंभीर समाजशास्त्रीय अध्ययन है। प्रभा खेतान के किस उपन्यास के बारे में ऐसा कहा गया है? ഏത് കഹാനി സംഗ്രഹനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ചിന്നമസ്തയല്ലേ? ചിന്നസ്ത എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിന്നമസ്തയാണെന്നാണ് എൻ്റെ ഒരു പ്രഭാഗീത്താൻ. ചിന്നസ്ത എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നോക്കാം. ഓക്കെ, 25th നൃശംസ് കിസ്ക കവിതാ സംഗ്രഹ? അവതേഷ് പ്രീതിന്റെയാണ്. അവതേഷ് പ്രീതിന്റെയാണ് നൃശംസ് കവിതാ സംഗ്രഹം. ഓക്കെ, 26th ലിറിക്കൽ ബലാഡ്സ് കിസ്കി രചന ഹെ? വില്യം വേർഡ്സ്വർത്തിന്റെയാണ് കേട്ടോ. വില്യം വേർഡ്സ്വർത്തിന്റെ. അപ്പൊ നമ്മൾ ഇന്ന് 26 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഡു സപ്പോർട്ട്.